നമസ്കാരം, എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ എൻഗേജ്മെൻറ്റിനൊക്കെ വീട്ടിൽ മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒരു വെഡ്ഡിങ് ഗസ്റ്റ് ലുക്കൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് റിക്വലിൻ്റെ ഹൈൽറോണിക് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് Maybelline ഫിറ്റ് മീയുടെ പ്രൈമർ. ഇത് ഞാൻ ഈ അടുത്ത് തന്നെ ഒരു ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ ഡ്യൂയി ഫിനിഷിലുള്ള ഒരു പ്രൈമറാണ്. ഇതിൻ്റെ തന്നെ മാറ്റ് ഫിനിഷും ഉണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സ്കിന്നിനൊരു ഹെൽത്തി ഗ്ലോ തരുന്ന രീതിയിലുള്ള ഒരു പ്രൈമറായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ നമുക്ക് ഇനി പോകെ കുറച്ച് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ പറയാം. ഇത് ഫസ്റ്റ് യൂസാണ് എൻ്റെ. അപ്പോൾ കുറച്ചും കൂടിയും ഒരു ഗ്ലോയി ഡ്യൂയി സ്കിന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഇലുമിനേറ്റിംഗ് ബേസ് കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല, ഹൈ പ്ലെയിൻസിൽ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ സ്കിന്നിന് നല്ലൊരു ഡ്യൂയി ഫിനിഷ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിന് മേലെയായിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പം ആ ഉള്ളിൽ നിന്നുള്ള ഒരു ഗ്ലോ രീതിയിലുള്ള ഒരു ഫീൽ നമുക്ക് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഡാർക്ക് സർക്കിൾ കൺസീൽ ചെയ്യാം. അപ്പോൾ ഞാൻ മിനിമൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു മെയിൻ കൺസേൺ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഡാർക്ക് സർക്കിളാണ്. അപ്പോൾ അതൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയൊരു കവറേജ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സർക്കിൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ LA Girl Pro കൺസീലിൻ്റെ പ്യോർ പേജും അതേപോലെ തന്നെ Maybelline ഏജ് റിവൈൻഡ് കാരമൽ ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ എനിക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കൺസീലിംഗ് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത് മാത്രം യൂസ് ചെയ്താലും മതിയാവും. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. കണ്ണിൻ്റെ മേലെയായിട്ടും ഞാൻ സെയിം കൺസീലർ തന്നെയാണ് ഇടുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഡിസ്കളറേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഹൈഡായി പോകും. അതിന് മേലെ നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് പ്രോഡക്റ്റ് ഇട്ടാൽ പോലും ഐ ഷാഡോ നന്നായിട്ട് എടുത്ത് കാണിക്കും കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഒരു പൊടിക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഞാൻ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കളർ ബാറിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 5 ഡോട്ട് ഫേസിന് മൊത്തമായിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കഴുത്ത് മറന്നു പോകരുത്, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ നന്നായിട്ട് സ്കിന്ന് പ്രെപ്പൊക്കെ ചെയ്തിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നതെങ്കിൽ കൺസീലറും വളരെ കുറച്ച് ഫൗണ്ടേഷനും മാത്രമേ നമുക്ക് വേണ്ടതായിട്ടുള്ളൂ. അങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്ന് ഭയങ്കര കേക്കി ആയിട്ട് ഫീൽ ചെയ്യില്ല, സ്കിന്ന് പോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ എല്ലാം ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഒട്ടും ഒരുപാട് മേക്കപ്പ് ഇട്ടൊരു ഫീലൊന്നുമില്ല. സ്കിന്ന് നല്ല ഹെൽത്തി ഡ്യൂയി ഫിനിഷിലാണുള്ളത്. മേക്കപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സമയം എടുത്ത് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും കുറവ് പ്രോഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അണ്ടർ ഐ ഏരിയ മാത്രം ചെറുതായിട്ടൊന്ന് ബേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഫൈൻ ലൈൻസിൻ്റെ ഇടയിലൊന്നും കൺസീലർ കുടുങ്ങി നിന്നിട്ട് എടുത്ത് കാണുന്നില്ല. അപ്പോൾ അതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം വെച്ചു. അതിനുശേഷം കുറച്ച് പൗഡർ മാത്രം യൂസ് ചെയ്തിട്ട് ഫേസിൻ്റെ സെൻറ്റർ പാർട്ട് മാത്രമേ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഫുൾ ഫേസ് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഡ്യൂയി ഫിനിഷ് അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഫുൾ ഫേസ് സെറ്റ് ചെയ്ത് കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത് അങ്ങനെ തന്നെ നിൽക്കട്ടെ കുറച്ച് സെക്കൻഡിലേക്ക്. ആ സമയം കൊണ്ട് നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്യാം. എല്ലാ പ്രോഡക്ട്സിൻ്റെയും ഡീറ്റെയിൽസും ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ പ്രോഡക്ട്സിന് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഷുഗറിൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ ബേക്ക് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ട് ഡസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളെ കൺസീലർ ഒട്ടും കേക്കി ആയിട്ടോ അല്ലെങ്കിൽ അണ്ടർ ഐസിൽ ഇങ്ങനെ കുടുങ്ങി നിന്നിട്ട് എടുത്ത് കാണുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് ഡസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരത്തേക്ക് നീണ്ടു നിൽക്കുന്ന മേക്കപ്പ് ഒക്കെയാണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ മേക്കപ്പ് റെവല്യൂഷൻ്റെ സൊഫെക്സ് കളക്ഷനിൽ വരുന്ന പാലറ്റിൽ നിന്ന് ഈ ഒരു ഷെയ്ഡ്, അതായത് ട്രാൻസിഷൻ ഒരു ബ്രൗൺ ഷെയ്ഡും അതിനുശേഷം ഒരു മോവി പിങ്ക് ഷെയ്ഡും ഒരു ഗോൾഡൻ ഷെയ്ഡും മാത്രമാണ് ഞാൻ ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് സെക്കൻഡ് ഷെയ്ഡായിട്ടുള്ള മോവി ഷെയ്ഡാണ്. അത് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആ ഒരു പാലറ്റിൽ എനിക്ക് വേണ്ട ഒരു ഗോൾഡൻ ഷെയ്ഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേറൊരു മേക്കപ്പ് റെവല്യൂഷൻ്റെ പാലറ്റിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. അതും തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ സട്ടിലായിട്ടുള്ള ഒരു ലുക്ക് ആയിരിക്കും ഉണ്ടാവുക ഐസിന്. അടുത്തതായി ഷുഗറിൻ്റെ എന്ന ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ചെറുതായിട്ടൊരു പിങ്ക് ലൈനറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ട്രഡീഷണൽ ലുക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വെഡ്ഡിങ് ഗസ്റ്റ് ലുക്ക് എന്നൊക്കെ പറയുമ്പം ഐലൈനർ കുറച്ചും കൂടിയും ഒന്ന് വിങ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അറ്റയറിന് നല്ല ചേർന്ന് പോകും കേട്ടോ. അപ്പോൾ ഹൂഡഡ് ഐസ് ആണെങ്കിൽ എൻ്റെതും ഹൂഡഡ് ഐസ് ആണ്. വളരെ ചെറുതായിട്ടുള്ള ലൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഐലൈനർ കൊടുക്കുക. എസൻസിൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫേക്ക് ലാഷസ് ഒന്നും വെക്കുന്നില്ല. എല്ലാവർക്കും കംഫർട്ടായിട്ട് ഉണ്ടാവില്ല ഫേക്ക് ലാഷസ് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ലുക്കിന് കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ ഹാൻഡിൽ ഇതാണ്. അപ്പോൾ ഈ ഒരു ഹാൻഡിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ കാജലായിട്ട് സെറി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കാജലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര സ്മൂത്ത് ഫിനിഷ് തരുന്ന രീതിയിലുള്ളൊരു കാജലാണ്.
അടുത്ത നമ്മൾ ലാസ്റ്റ് രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ എസൻസിൻ്റെ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ മറന്നുപോയി. ഇത് തന്നെയാണ് ഞാൻ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം സെയിം ഈ ഒരു ലിപ്സ്റ്റിക്ക് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ലിപ്സിലും. ഇത് വളരെ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ എല്ലാം ഒരു എന്താ പറയുക, ഒന്ന് മാച്ചിങ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ ലുക്ക് ആയിരിക്കും. ഞാൻ പൗഡർ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നില്ല. സെയിം സ്വിസ് ബ്യൂട്ടിയുടെ ഇലുമിനേറ്റിംഗ് ബേസ് തന്നെയാണ് നമുക്ക് ഹൈലൈറ്റിംഗ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് അവസാനം. അപ്പം സ്കിന്ന് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ഫിനിഷിലായിരിക്കും ഉണ്ടാവുക, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയാണ് നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ അറ്റയറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. ഇതാണ് നമ്മുടെ ഫിനിഷ് ലുക്ക്.